ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗാവലിപ്പുഴയിൽ പൊലിഞ്ഞുപോയ നമ്മുടെ അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കേരളക്കരയിലെ ജനങ്ങളുടെ മുഴുവൻ കണ്ണു നിറയിച്ചൊരു സംഭവമായിരുന്നു അത്. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി പോയ പോലെ നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുള്ളൂ. എത്രമാത്രം പ്രാർത്ഥനയും എന്തുമാത്രം കണ്ണീരും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒഴുക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും വേദനിച്ചപ്പോഴും ചില മനുഷ്യർ മാത്രം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ പുറകെ നടന്ന മനാഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയും ഒരുപാട് ദ്രോഹിച്ച മനുഷ്യരുണ്ട് പറഞ്ഞ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഓരോ മനുഷ്യർക്കും വ്യക്തമായ ജാതി മതപരമായ ചിന്തകളും അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളും ഒട്ടുമുക്കാൽ പേർക്കും ഉണ്ട്. അതില്ലാതെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. ഒരു ചാനലിൽ ഒരു മനുഷ്യൻ ആദ്യം തൊട്ടേ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ എന്തിനെന്നറിയത്തില്ല വെറുതെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഫോൺ ബെല്ലടിച്ചു എന്ന് പറയുന്നത് തൊട്ട് ആ മണ്ണ് മാറ്റി പരിശോധിപ്പിച്ചതെല്ലാം വൈകിക്കാനാണ്. ആ ലോറിയിൽ നിറയെ ചന്ദനത്തടികളായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ വില പിടിച്ച സാധനങ്ങളുള്ളത് കൊണ്ടാണ് ഇത് വൈകിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആ മനുഷ്യനെ വളരെ ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് കണ്ടതാണ്. അതുവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഈ പറയുന്ന ചാനലിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നൊരു ആളാണ്. പക്ഷെ പിന്നീട് എനിക്ക് ഒരിക്കലും ആ ഒരു ചാനലിലേക്ക് നോക്കാനുള്ളൊരു മനസ്സ് വന്നിട്ടില്ല. കാരണം അത്രമാത്രം ജാതി സ്പർദ്ധയും രാഷ്ട്രീയ സ്പർദ്ധയും അതിൻ്റെ അകത്ത് തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ മോശമായി പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചാനൽ ഞാനങ്ങ് ഒഴിവാക്കിയേക്കും. പക്ഷെ ഇപ്പോഴദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട്? ഞാൻ പറഞ്ഞെല്ലാം തെറ്റായി പോയി. അതിൻ്റെ അകത്ത് പെന്നാണിലും തടികളെല്ലാം തന്നെ അതിൻ്റെ അകത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എടുത്ത ഒരു തടിയും ചന്ദനത്തടി ആയിരുന്നില്ല. അതെല്ലാം നമ്മൾ കണ്ടതാണ്. എല്ലാം നേരിട്ട് കണ്ടതാണ്. അതുപോലെ മാധ്യമപ്രവർത്തകരെ നമ്മളെല്ലാവരും കുറ്റം പറയും. അവരവിടെ പോയി എന്തിനാ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാ എടുക്കുന്നത്, എന്തിനാ, വേറെ പണിയൊന്നുമില്ല, മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ചകഞ്ഞു കയറുകയാണ് എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അവരുള്ളത് കൊണ്ട് നമ്മുടെ കൺമുന്നിൽ നടന്ന ഒരു ചിത്രം പോലെ നമ്മളത് കണ്ടു, നമ്മൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അർജുൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി തീർന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു നാട്ടിലെ ഒരു ചെറിയൊരു പത്രക്കുറിപ്പാണെങ്കിൽ ഒരിക്കലും നമ്മൾ അത്രയും ഫീൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ കഴിവ് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ആ കുഞ്ഞിനോട് പോയി അച്ഛൻ എന്തിയെ വരാത്തെ, അച്ഛന് കാണാഞ്ഞിട്ട് വിഷമമുണ്ടോ, സങ്കടമുണ്ടോ, കൊച്ചിന് അച്ഛനെ കാണണോ, അച്ഛൻ എന്നാ മേടിച്ചതെന്നൊക്കെ ചോദിച്ചൊരു വൃത്തികെട്ട മാധ്യമപ്രവർത്തകയുണ്ട് കൂടെ. അവരെയൊന്നും നമുക്ക് മാധ്യമപ്രവർത്തക എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. മറ്റെന്തോ ജീവിയാണ്. അതുപോട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ചാനലുകാരന് ഇനി ഒരു വീഡിയോ ഇടാൻ പറ്റുമോ ഇതുപോലെ ഞാൻ ആ വീഡിയോ ഇട്ടതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് മനുഷ്യനാണെങ്കിൽ അയാളത് ചെയ്യേണ്ടതാണ്. കാരണം ആ ജീവൻ പോലും പണയം വെച്ചിട്ട് മനാഫ് ആ മണ്ണിടിഞ്ഞ സ്ഥലത്തും ആ പുഴയോരത്തും ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആയതും എല്ലാം. അപ്പം എന്താണെന്ന് വെച്ചാൽ, ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ തേജോവധം ചെയ്ത എല്ലാവരും ഈ സമയത്ത് മാപ്പ് പറയേണ്ടതാണ് അദ്ദേഹത്തിനോട്, അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യരാണെന്നും പറഞ്ഞിരുന്നിട്ടുണ്ടായാലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ എനിക്കുണ്ടായ തെറ്റിദ്ധാരണ തെറ്റാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറ്റൊരാളെ അത് വെച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ മാപ്പ് പറയണം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് ഈ മനാഫിനെയും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്ത് റീച്ച് കിട്ടിയ എല്ലാവരും അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടതാണ്. കാരണം ഇതൊരു പ്രകൃതിക്ഷോഭം കൊണ്ട് പറ്റിയ ഒരു
അപകടമായിരുന്നു. പക്ഷെ അത് മറ്റേതെല്ലാമോ തലത്തിലേക്ക് അത് വലിച്ചടിച്ചുകൊണ്ട് പോയി. ആ അന്യനാട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആ മനുഷ്യന് അത്രയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കിയവരെല്ലാവരും മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയോട് മാപ്പ് ചോദിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വയ്ക്കുന്നു.